മറ്റു വാർത്തകൾ കൂടി പരിശോധിച്ചാൽ തൃശൂർ കൊടകരയിൽ 8 വയസ്സുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കാവങ്ങൽ സ്വദേശി സിൽജോയുടെ മകൻ ആൽജോ ആണ് മരിച്ചത്. കുട്ടിയുടെ കിടപ്പുമുറിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ സഹോദരൻ അനോഷിനെയും അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. അവൻ കഴിച്ചത് ചോറും ചിക്കൻ വറുത്തതും സലാഡ് മാത്രം കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വന്നപ്പോ തന്നെ 9 മണി. അതിന് ചേട്ടൻ വന്നപ്പോ പാല് കൊണ്ടുവന്നുണ്ടായിരുന്നു. അതില് അവക്കാട ഇട്ടടിച്ച് ബൂസ്റ്റ് ഇട്ട് കപ്പിലിട്ടിട്ട് അടിച്ച് അതവര് കഴിച്ചിട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞ് 2 മണിയായപ്പോ വയറുവേദന വന്ന് അവന് കുറച്ച് വയറെടുത്ത് ഞാൻ ജീരകവെള്ളം കൊടുത്തു. പിന്നെ കുറെ കഴിഞ്ഞ് 4 മണി 4:15 ആയപ്പോഴാണ് ഇവന് വായന്ന് പറയുമ്പോൾ വന്നത്. ഇപ്പൊ ആൽജോ എന്ന് പറഞ്ഞവന്റെ താഴെയുള്ളവന്. അത് കഴിഞ്ഞ് ഞാനിവിടെ ചേട്ടനെ വിളിച്ചു. 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ എങ്ങാണ്ടായി. ലെവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഈ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ടെന്ന് തോന്നുകയാണ്. കാരണം ഭക്ഷ്യവിഷബാധ കുട്ടിക്കുണ്ടായിരുന്നു, പക്ഷേ ഈ മുറിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു. രുചീഷ്, അങ്ങനെ തന്നെയാണ്. ഒരു സംശയം ഇക്കാര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. പോലീസും ആരോഗ്യവകുപ്പും അക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. ഈ കൊടകര കാവുങ്ങൽ സ്വദേശിയായിട്ടുള്ള സിൽജോയുടെ മകൻ ആൽജോ എന്ന 8 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നത്. ആൽജോയുടെ സഹോദരൻ അനോഷ് 9 വയസ്സുകാരൻ ചികിത്സയിലാണ്. ഇരുവരും കൊടകര കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ കുട്ടികൾ ഇന്നലെ രാത്രി കിടപ്പുമുറിയിൽ വെച്ചാണ് ഇവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതും മറ്റും. ബന്ധുക്കളും മാതാപിതാക്കളും പറയുന്നത്, അല്ലെങ്കിൽ സംശയിച്ചത് ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവിഷബാധയാണ് എന്നുള്ളതാണ്. നോൺ വെജ് ഭക്ഷണം അടക്കമുള്ള ആഹാര പദാർത്ഥങ്ങൾ കുട്ടികൾ കഴിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ ഭക്ഷ്യവിഷബാധയുടേതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ, ഛർദി അടക്കമുള്ള ലക്ഷണങ്ങൾ കാണപ്പെടുകയും ചെയ്തു. വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ വെച്ച് ഈ ഇളയ കുട്ടി മരണപ്പെടുകയാണ്. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധ എന്ന് ബന്ധുക്കൾ സംശയം ഉന്നയിച്ചെങ്കിലും അതല്ല എന്നുള്ള പരിശോധനയിൽ കണ്ടെത്തി. അങ്ങനെയാണ് വീട്ടിൽ മറ്റേതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ പാമ്പുകടിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടതോടുകൂടി മറ്റേതെങ്കിലും സംശയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീട്ടിലെത്തി കുട്ടികൾ കിടന്നിരുന്ന മുറിയിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് പാമ്പിനെ കാണുന്നത്. പിന്നീട് നാട്ടുകാർ ചേർന്ന് പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പാമ്പ് കടിയേറ്റാണ് കുട്ടിയുടെ മരണം എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പോലെ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ കൂടി പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും പോസ്റ്റ്മോർട്ടം നടപടികളും അടക്കം വേണ്ടിവരും. അതനുസരിച്ച് കൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് കൊടകര പോലീസ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. വേഗത്തിൽ തന്നെ എന്തായാലും ആ കുട്ടി മരിച്ച സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോഴും അത് എന്ത് കാരണമാണെന്ന് വ്യക്തമായിട്ടില്ല.